കോഴിക്കോടില് പുതിയ വീട്ടില് നമ്മളൊരു സീക്രട്ട് റൂം ഉണ്ടാക്കാൻ പോകണം. ഞാൻ റൂം ഉണ്ടാക്കും, അഭിനയ റൂം ഉണ്ടാക്കും. അപ്പം ആനി താഴത്തെ ഫ്ലോറും ഞാൻ മുകളിലത്തെ ഫ്ലോറാണ് എടുക്കാൻ പോകുന്നത്. സീക്രട്ട് റൂം എന്ന് പറയുമ്പോൾ സീക്രട്ട് ആയിട്ടിരിക്കണം. ഞാനാണെങ്കിൽ താഴത്തെ ഫ്ലോറിൽ ഇങ്ങനെ നോക്കാണ് ഏത് സ്പേസ് ആണ് പറ്റിയ സ്പേസ് വെച്ചാൽ അഭിന് കണ്ടുപിടിക്കാൻ പാടില്ല. ഗൈസ് ഇതാണ് സെക്കൻഡ് ഫ്ലോർ. ഇവിടെ ഒരു റൂം ഉണ്ട്, ഇവിടെ ഒരു റൂം ഉണ്ട്, അവിടെ എന്തോ ഒരു സാധനമുണ്ട്, ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട്. ഇതാണ് ഫുൾ സെക്കൻഡ് ഫ്ലോർ വരുന്നത്. അപ്പൊ ഇതിനകത്ത് സീക്രട്ട് റൂം ആനി കാണാതെ ചെയ്യണം. അവിടെ നിന്ന് വരുമ്പോൾ അത് മാത്രമേ കാണുള്ളൂ. ഇന്നാണ് ഇത് ശ്രദ്ധിച്ചത്. വീട്ടിൽ വന്ന് 5ാമത്തെ ദിവസമായി. ഗൈസ് 2-3 സ്ഥലം നമ്മൾ കണ്ടുപിടിച്ചു. പക്ഷെ അതെങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കണം. വർക്ക് ആവുമെന്ന് നോക്കണ്ടേ. ഗൈസ് രാത്രിയായി. എനിക്ക് നാളെ രാവിലെ വർക്കുണ്ട്. അഭിനാണെങ്കിൽ രാവിലെ ഇരുന്ന് ചെയ്യാൻ പറ്റും, പക്ഷെ എനിക്ക് പറ്റത്തില്ല. അപ്പം ഞാൻ വിചാരിച്ച് രാത്രി സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഗൈസ് നമ്മളിവിടെയാണ് സെറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. ഇതിനകത്ത് റൂം സെറ്റ് ചെയ്യും പറ്റും. റൂമൊക്കെ സെറ്റാക്കാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട്, ധാരാളമുണ്ട്. ഗൈസ് ആനി ഈ സമയത്ത് വർക്കിന് പോയി. അപ്പൊ ഈ സമയത്ത് ചെയ്ത ആനി അറിയത്തില്ല. അപ്പൊ ഗൈസ് നമ്മൾ ഈ റൂമിനകത്ത് ഈ സ്ഥലത്താണ് ഗൈസ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഈ പെയിന്റ് എടുക്കുന്ന ഒരു സാധനം ഇവിടെ ചെയ്ത ആനി വിചാരിക്കും ഇവിടെ ഒന്നുമില്ല. നമ്മൾ വീഡിയോയുടെ സാധനം മേടിക്കാനായിട്ടുള്ള നമ്മൾ കട കിട്ടി. ഇത് മുട്ടായി തെരുവിനകത്താണ്. പക്ഷെ നമ്മൾ വേറെ റോഡ് വഴിക്കാണ് ഇവിടെ കറങ്ങി വന്നത്. ഫൈനലി നമ്മൾ എല്ലാ സാധനവും മേടിച്ചു കഴിഞ്ഞു. ഇങ്ങനെയൊന്നും അല്ലടാ. ഫുള്ളായിട്ട് നിറഞ്ഞു ഗൈസ്. ട്രിവാൻഡ്രത്താണെങ്കിൽ നമുക്ക് എല്ലാ സെറ്റപ്പ് ചെയ്യാമായിരുന്നു. കാലിക്കട്ടായിട്ട് നമുക്ക് ഒരു മണ്ണാങ്കട്ടയും ചെയ്യാൻ പറ്റുന്നില്ല. കാറ് ഫുള്ള് നിറഞ്ഞു ഗൈസ്. ആനി വരുന്നതിന് മുന്നേ എൻ്റെ റൂമെല്ലാം നമുക്ക് ഈ സാധനങ്ങളെല്ലാം മാറ്റി വെക്കണം. ഒരു ആവേശത്തിൽ എല്ലാം എടുത്ത് ചെയ്യാൻ ഗൈസ്. ഞാൻ ഇന്ന് ഓഫീസിൽ മെറ്റീരിയൽ സെലക്ട് ചെയ്യാനാണ് പോകുന്നത്. നമ്മൾ മേടിച്ച തെർമോക്കോൾ എല്ലാം ആനിയെ കാണാതെ നമ്മൾ മുകളിൽ കയറ്റി. ഇത് തുറന്ന് വരുമ്പോൾ ഇവിടെ ഒന്നും ഇല്ലാന്ന് ആനി കാണണം. അങ്ങനത്തെ ഒരു വാൾ സെറ്റ് ചെയ്യാം. നമ്മൾ നമ്മുടെ റൂം സെറ്റ് ചെയ്യാൻ പോവാണ്. നമ്മൾ ഇവിടെയാണ് ഫസ്റ്റ് റൂം സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം റൂം സെറ്റ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ആദ്യം ഇത് ക്ലീൻ ചെയ്യാം. നമ്മൾ ഇങ്ങനെയാണ് ഈ വാള് സെറ്റ് ചെയ്യുന്നത്. ഈ വാള് സെറ്റ് ചെയ്യുന്നതിന് മുന്നേ ഇവിടെ കുറച്ച് സ്പേസ് ഉണ്ടായിരുന്നു ഗൈസ്. അത് നമ്മൾ കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു എവിഡൻസ് ആണി കൊടുക്കാറില്ല. എന്നിട്ട് അവളെ കണ്ടുപിടിക്കുകയാണെങ്കിൽ അവളെ ലെക്കായിരിക്കും ഗൈസ്. നമ്മൾ ഇതെല്ലാം മാറ്റി വെച്ചിട്ട് നമുക്ക് ഫസ്റ്റ് ക്ലീൻ ചെയ്യാം. ഇപ്പൊ എങ്ങനെ സെറ്റായില്ലേ? നമ്മൾ ആദ്യത്തെ ലെയർ ഫുള്ള് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഒരു കട്ട കല്ല്. ഇനി നമുക്ക് ഓൾറെഡി പറയാനുണ്ട്. ഇതെല്ലാം നമ്മൾ ഫുള്ളായിട്ട് നമ്മൾ എങ്ങനെ അകത്ത് കയറും അറിയാമോ?
അകത്ത് കയറി നമുക്ക് തുടച്ചാലോ? എങ്ങനെ നമ്മൾ ന്യൂസ് പേപ്പർ വിരിക്കുന്നു. രണ്ട് ലെയർ സെറ്റായി. ഇനി നമുക്ക് അകത്ത് കയറിയിട്ട് നമുക്ക് നോക്കാം നമുക്ക് കയറാൻ പറ്റുന്ന ഇല്ലയോ. നമ്മുടെ കോൺഫിഡൻസ് എന്ന് അറിയാമോ, ആന ഇങ്ങനെ തുറക്കുമ്പോൾ ഇത് കാണത്തില്ല. നമ്മളിവിടെ മറയ്ക്കും, പക്ഷേ നമ്മളിവിടെ ഇളക്കുന്ന ഒരു സാധനം വരും. നമ്മൾ ആദ്യം അകത്ത് കയറാൻ പറ്റുന്നില്ല നോക്കാം. കയറാൻ പറ്റുന്നുണ്ട്, പക്ഷെ ഇച്ചിരി ടാസ്ക് തന്നെ ഉള്ളൂ. പക്ഷെ ഇത്ര ടാസ്ക് ചെയ്താലും അവള് കാണത്തില്ല. നമ്മൾ അടുത്ത ഷീറ്റാണ് വിരിക്കാൻ പോകുന്നത്. നമ്മളില്ലേ രണ്ട് സൈഡുള്ള സാധനം ഒരുപോലെ ആക്കുന്നത് പുറത്തും അകത്തോട്ട്. അപ്പൊ തന്നെ അത് കറക്റ്റ് കാണാൻ ഒരു സിംഗിൾ ഫ്രെയിം പോലെ ഇരിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ വലുത് വലുത് ഇത് ചെറുത് അങ്ങനെ ഇരിക്കും. നമ്മള് വോള് ഫുള്ള് സെറ്റ് ചെയ്ത് ഇതെല്ലാം കുത്തി നല്ല രീതിയിൽ സ്ട്രോങ് ആക്കണം. അപ്പോഴെല്ലാം കട്ടിയായിട്ടിരിക്കുള്ളൂ. ഇങ്ങനെ ആനി കാണുമ്പോൾ വിചാരിക്കും ഓ ഇതും ചുമരാണ്, അങ്ങനെ വിചാരിക്കുള്ളൂ ഗൈസ്. നമ്മൾ ഷീറ്റെല്ലാം വെച്ച് ഇനി തലകണ വെച്ചിട്ട് ഞാൻ ഇതിലൊന്ന് കിടന്നോക്കട്ടെ. ഗൈസ് നമ്മളിവിടെ പെയിന്റിന് മുന്നേ പുട്ടി അടിക്കാൻ വേണ്ടിട്ട് അതിട്ട് കലക്കിക്കൊണ്ടിരിക്കുന്നു. എങ്ങനെയുണ്ട്? എനിക്ക് സുഖമായിട്ട് കിടക്കാം. അതിനകത്ത് ഒരു ഫാനോട് സെറ്റ് ചെയ്ത പക്കാ റൂം. ഇസ്തറ്റിക്കും കുറച്ചുകൂടെ ഇസ്തറ്റി കൊണ്ടുവരാറുണ്ട്. സെറ്റ് ചെയ്യാം നമുക്ക്. ഈശ്വര ഇത് ഇച്ചിരി പാടാണ് കേട്ടാ പരിപാടി. ഇത് കറക്റ്റ് ഷേപ്പിൽ വന്നില്ലെങ്കിൽ മൂഞ്ചി കേട്ടാ. ഒരു കാര്യം പറയട്ടാ, പെയിന്റ് അടിക്കണ്ട, ഇത് ഒരു കളർ. ഗൈസ് നമ്മൾ ഏകദേശം പുട്ടിയിട്ട് തീരാറായി. ഇത് ആക്ച്വലി നമ്മൾ ഒരു ദിവസത്തിൽ തീർക്കാന്ന് വിചാരിച്ച പണിയാണ്. പക്ഷെ ഒരു ദിവസത്തിലൊന്നും തീരത്തില്ല ഗൈസ്. 2-3 ദിവസം വേണം. പാടാണ്. നമ്മൾ പുട്ടി അടിച്ചതിനെല്ലാം നല്ല രീതിയിൽ ആദ്യം പോളിഷ് ആക്കണം. അപ്പോഴേ പെയിന്റ് ആയിട്ട് നന്നായിട്ട് ഇരിക്കുള്ളൂ. ഗൈസ് കാണുമ്പോൾ ഭയങ്കര സിമ്പിൾ ആയിട്ടെന്ന് വിചാരിക്കും. 2 ദിവസമായി ഒരു ചുമരും ഉണ്ടാക്കി പുട്ടി അടിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ അടുത്ത് പുട്ടീനെ ഉരയ്ക്കാൻ പോകും. ഉരച്ച് പോളിഷ് ചെയ്യാൻ പോകും. ഇനിയാണ് നമ്മുടെ ഏറ്റവും ഫൈനൽ സ്റ്റേജ്, പെയിന്റിങ്. പെയിന്റിങ് കൂടെ കഴിഞ്ഞാൽ ഈ വർക്ക് എല്ലാം കഴിഞ്ഞ് ഈ സാധനം എല്ലാം നമുക്ക് ക്ലീൻ ചെയ്യണം ഗൈസ്. ഗൈസ് നമ്മൾ ഇത് ഫുള്ള് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ആനീനെ കൊണ്ടുവരുന്നതിന് മുന്നേ ഇതെല്ലാം ക്ലീൻ ചെയ്യണം. ഇവിടെ ഒരു പരിപാടി നടന്നിട്ടില്ല എന്ന രീതിയിൽ ഫുള്ള് നമ്മൾ ക്ലീൻ ചെയ്യണം. ക്ലീൻ ഗൈസ്. അങ്ങനെ 3 ദിവസത്തെ കഷ്ടപ്പാടിൽ നമ്മൾ ഇത് ഫുള്ള് ക്ലിയർ ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. എന്നിട്ട് നമ്മൾ പൊടിയായതുകൊണ്ട് ഡ്രസ്സെല്ലാം മാറ്റി വേറെ ഡ്രസ്സെല്ലാം വന്നത്. ഇനി അത് നമുക്കകത്ത് ബെഡ് സെറ്റ് ചെയ്യാം ഗൈസ്. ബെഡിന് 5 മിനിറ്റ് പരിപാടിയേ ഉള്ളൂ. ഇത് കയറാൻ ഇറങ്ങാൻ ഇച്ചിരി ടാസ്ക്കാണ്. ഗൈസ് അകത്ത് കയറിയിട്ടുണ്ട്. ഇനി നമുക്കകത്ത് ബെഡ് സെറ്റ് ചെയ്യാം. ഇതാണ് ഫൈനലി ഞാൻ ഉണ്ടാക്കിയ എന്റെ സീക്രട്ട് റൂം. ഇനി ആനി എന്നെ കണ്ടുപിടിക്കാൻ വരും. ആനിക്ക് എന്നെ കണ്ടുപിടിക്കാൻ ഇല്ല നോക്കാം പറ്റുമോ ഇല്ലയോ.
ഇനി 2 മിനിറ്റേ ഉള്ളൂ. മുകളിലത്തെ ഫ്ലോർ ഫുള്ളും ഉണ്ട്. തുറക്കണ്ട. 3, 2, 1 സ്റ്റാർട്ട്. ഇതാണ് എൻ്റെ സീക്രട്ട് റൂം. ഇപ്പൊ നമ്മൾ സീക്രട്ട് ആയിട്ട് ഇരിക്കണം. ആര് നമ്മളെ കണ്ടുപിടിക്കില്ലേന്ന് നോക്കാം. ആര് വരുന്ന തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. കണ്ടുപിടിക്കത്തില്ലായിരിക്കും. ഇതിനകത്തൊന്നും അഭിന് കയറാൻ പറ്റൂല. ഇതെന്താ ശ്വാസം വിട്ടാ പോലെ സൗണ്ട് അപ്പുറത്ത് കേൾക്കും. ഒന്നും മനസ്സിലാവില്ല. അഭിനുണ്ടാവല്ലേ നീ അതിന് അടുത്തൂടെ പോയി. ഭയങ്കര ചൂടായിരുന്നു. അവൻ കാണണമല്ലോ. 5 seconds. 1, 2, 3, 4, 5. സമയം തീർന്നു. കണ്ടടിക്കാൻ പറ്റുന്നില്ലേ? ഒരാൾ ഇതുവഴി ഇങ്ങനെ ഓടിയിട്ട് അറിയുന്നുണ്ട് ഞാൻ ഇങ്ങനെ നോക്കിട്ട് ഓടിയത്. ഞാൻ പറയട്ടെ, ഞാൻ ഇവിടെ വന്നിട്ടില്ല, അതുകൊണ്ട് എനിക്ക് ഇവിടെ ഒരു ഓളുള്ള കാര്യമേ എനിക്കറിയാം. എനിക്ക് കാണണ്ടേ ഇരുട്ടത്ത് ഞാൻ എന്തോന്ന് കാണാൻ. ബോളിന്റെ വെല്ലുന്ന സാധനമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. കട്ടി നോക്ക്, നീ ഒന്ന് തട്ടി ഒരാളെ പിടിക്കുമായിരുന്നു. പിന്നെ എങ്ങനെ 3 ദിവസം കഷ്ടപ്പെട്ടിട്ടാണ് റിസൾട്ട് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. കട്ടില്ലല്ലോ. പൊട്ടിയിട്ട് 2ാം ദിവസം വീണ്ടും പൊട്ടിയിട്ട് ഫസ്റ്റ് ദിവസം പെയിന്റ് അടിച്ച് 2ാം ദിവസം പെയിന്റ് അടിച്ചാൽ ഇതിനകത്ത് എന്തൊക്കെ നമ്മൾ സെറ്റ് മാറ്റിത്തരാ. ഞാൻ പ്രതീക്ഷിച്ചില്ല. ശരിക്കും പറഞ്ഞാൽ ഈ കളറിന്റെ കൂടെ അത് കാണുകയും ചെയ്തില്ല, ഇരുട്ടായതുകൊണ്ട്. ഇവിടെ നമ്മളൊരു ബെഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്, ബെഡ് റെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഷീറ്റ്, ഷൂട്ട്, സ്നാക്സ്, ലൈറ്റ്, അവിടെ ഒരു ലൈറ്റ്, ഇതെല്ലാം നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്ത്. എന്നിട്ട് ആരും നമ്മളെ കണ്ടുപിടിച്ചില്ല. എനിക്കറിയത്തില്ല ഇങ്ങനത്തെ ഒരു സ്പേസ് ഇവിടെ ഉള്ളത്. ഞാൻ ഇവിടെ വേറെ കാര്യം പറയട്ടാ, ഞങ്ങളിത് അഡ്ജസ്റ്റ്മെന്റ് വെച്ചിരിക്കുകയാണ്. ഒട്ടിച്ചൊന്നും ചെയ്തിട്ടില്ല. ഇളക്കി അളവ് വരും മൊത്തം. കണ്ടുപിടിക്കത്തില്ല. എനിക്കറിയത്തില്ല ഇവിടെ ഒരു സ്പേസ് ഉള്ളത്. നമുക്ക് നോക്കാം അഭിന് കണ്ടുപിടിക്കില്ലോ എന്ന്. മുന്നേ എത്ര മിനിറ്റ് ആണ് സമയം? കറക്റ്റ് 2 മിനിറ്റ്. കറക്റ്റ് 2 മിനിറ്റ്. താഴെ മാത്രം, ഇല്ല. എന്റെ പുറത്ത് എനിക്ക് ഫസ്റ്റ് ഗ്രൗണ്ട് ഫ്ലോർ. റെഡി? 3, 2, 1 സ്റ്റാർട്ട്. സീക്രട്ട് റൂം. താഴെ സത്യം പറഞ്ഞ കുറച്ച് ഇവിടെ എവിടെയാണ് എന്തോ. റൂമുണ്ട്. ആന എവിടെ? ചിലപ്പോൾ അവൻ വിചാരിച്ചാണ് ഞാൻ കിച്ചണിൽ ചെയ്യുന്നത്. നമുക്ക് വേറൊരു പ്ലാൻ ഇട്ടാലോ?
കിട്ടി സീക്രട്ട് റൂം കിച്ചണിനകത്ത്. പക്ഷെ ആനി എവിടെ? ആനി ഉണ്ടെങ്കിൽ തന്നെ സീക്രട്ട് റൂം ആവത്തുള്ളൂ. ഓ പ്ലാൻ അത് വെറുതെ ഷോ ചെയ്യും. വീടിനകത്ത് ആനി ഇല്ല, ഔട്ട് സൈഡ് ഇല്ല. ഔട്ട് സൈഡ് ഗെയിം പുറത്താണ്, ഗെയിം ഓവറാണ് ഔട്ട് സൈഡ് ആണെങ്കിൽ. 3, 2, 1 ടൈം തീർന്നു. ഓക്കെ വാ. എനിക്കറിയാം അത് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഗൈസ്, ഞാനാണെങ്കിൽ അവിടെ വെക്കാൻ വേണ്ടിയിട്ട് മെറ്റീരിയൽ തപ്പി വരികയാണ്. മെറ്റീരിയൽ തപ്പി വന്നത് എൻ്റെ ഓഫീസിലെ എൻ്റെ കൊളീഗ്സിൻ്റെ. അപ്പൊ ഞാൻ ഇവരടുത്തും സാറിൻ്റെ അടുത്തും പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഒരു സാധനം വേണം. അപ്പൊ ഇവരൊന്നും ഒന്നും ആലോചിച്ചില്ല, എന്നെ ആ സാധനം എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കൊണ്ടുവന്നു. അത് ഫാക്ടറിയിൽ. എന്നുണ്ടെങ്കിൽ ഇവരടുത്ത് വന്നതിൽ വെച്ചാൽ ഇവരൊപ്പിച്ചു തരും. യെസ്. പറഞ്ഞ സമയത്തിന് പെട്ടെന്ന് ഒപ്പിച്ചു തന്നു ഈ സാധനം. ഒപ്പിച്ചു തന്ന എൻ്റെ കൊളീഗ്സ്. എനിക്ക് ഇത്ര സ്പേസ് മതി കിടക്കാൻ വേണ്ടിയിട്ട്. ഏറ്റവും ചെറിയ ബെഡ് സ്പേസ് ആണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്ക് നോക്കാം എങ്ങനെ കണ്ടുപിടിക്കില്ലോ എന്ന്. സക്സസ്ഫുള്ളി രണ്ടുപേരും തോറ്റ്. രണ്ടുപേരും അങ്ങനെ എക്സ്ട്രീം ലെവലിൽ പോയി. നീ അവിടെ പോയിട്ട് ഞാൻ അവിടെ പോയപ്പോ ഒരു റൂം മാത്രമേ ആനിയില്ലായിരുന്നു അതിനകത്ത്. പക്ഷെ എന്ത് നിങ്ങൾ കമന്റ് ചെയ്യുക ആരാണ് ഏറ്റവും കിടില ഹൈഡ്. എനിക്ക് കിട്ടിയ സമയത്തിന് എനിക്ക് ഇത്ര കുഞ്ഞു റൂമേ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ 3 ദിവസം എടുത്ത ആ റൂം ഉണ്ടാക്കാൻ. പക്ഷെ അത് ഇത്തിരി പാടായിരുന്നു ആക്ച്വലി. പക്ഷെ എന്ത് കണ്ടുപിടിച്ചില്ല. എന്റെ കോൺഫിഡൻസ് എന്താ അറിയാമോ? എപ്പോഴും താഴെ വരുന്നില്ലേ, കാണുന്ന സ്ഥലങ്ങളൊക്കെ അല്ലേ, എവിടെയെങ്കിലൊക്കെ ഇവള് എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്യായിരിക്കും. ഞാൻ ഒരു കാര്യം പറയട്ടെ, നീ വെളിയിൽ പോയില്ല നേരത്തെ, അപ്പോഴേ ഞങ്ങൾ ആ സെറ്റ് ചെയ്തു. ഇന്ന് ഫുള്ള് ഉണ്ടായിരുന്നു. ഞങ്ങൾ എന്നിട്ട് നോക്കി, ഞങ്ങൾ ഇവിടെ ഇരിക്കാറുണ്ട്. ഞാൻ അച്ചാച്ചന് ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ നോക്കുന്നു, ഇവ അവിടെ പോകുന്നു, ഇവ കണ്ടുപിടിക്കുമല്ലോ എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി. കണ്ടുപിടിച്ചില്ല. എന്റെ റൂമില്ലേ ഇന്നലെ രാത്രി തുടങ്ങി ഇന്ന് രാവിലെ തീർന്നു, ഇന്ന് രാത്രി തുടങ്ങി അങ്ങനെ രാത്രി തുടങ്ങി രാവിലെ തീർന്നു, അങ്ങനെ 3 ദിവസം എടുത്തു. എനിക്ക് മേലത്തത് അറിയത്തില്ലല്ലോ. പക്ഷെ ശരിക്കും പറഞ്ഞാൽ താഴെ കുറച്ച് പേടിയായിരുന്നേ. കാരണം ഇവ എപ്പോഴും താഴെയാണല്ലോ ഇരിക്കുന്നത്. താഴെ ഇരിക്കുമ്പോ കുറച്ച് ടാസ്ക് ആണ്, കാരണം ഇവന് എല്ലാം അറിയാം, എല്ലാ സ്പേസും അറിയാം. പക്ഷെ ഇല്ല, ഞാൻ ഇതൊരു ജോഷേറ്റ് റൂമിൽ കയറിയിട്ടില്ല. നിന്റെ റൂമിൽ 2 വട്ടം 3 വട്ടം കയറിയിട്ടുണ്ട്. ഒന്നും ചെയ്യത്തില്ല നമ്മള്. അപ്പൊ ഗൈസ് ഈ ചലഞ്ചിൽ 2 പേരും ജയിച്ചിട്ടുണ്ട്. ജയിച്ച ഞാൻ 2 പേരും ജയിച്ചു ഗൈസ്. നിങ്ങൾ കമന്റ് ഇടുക, എന്തെല്ലാം കമന്റ് ഇടുക. ഇപ്പൊ ഇത് നമ്മുടെ വീടാണെങ്കിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും വീഡിയോ ചെയ്യാൻ. നമ്മളിപ്പോ കോഴിക്കോടാണ് നിക്കുന്നത്, ഇവിടെ നമ്മൾ റെന്റെല്ലാം നിക്കുന്നത്. റെന്റ് ആയതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എക്സ്ട്രാ എന്ത് ചെയ്താലും അതിനൊരു ലിമിറ്റേഷൻ ഉണ്ടാവും. നമ്മൾ അതിനനുസരിച്ചാണ് ഇവിടെ നിക്കുന്നത്. വീട്ടിലായിരുന്നെങ്കിൽ കുഴി ഒഴിച്ച് റൂം തന്നെ കെട്ടിയേനെ. ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറങ്ങട്ടെ ഗൈസ്. രാവിലെ വെളുപ്പാൻ 5 മണിയായി. 5 മണിയായി. എനിക്ക് വർക്കിനോ സമയമായി. 2 മണിക്കൂർ കിടന്നിട്ട് കോളേജിൽ പോകും, വർക്കിന് പോകും, ഊബറിൽ പോകും. വിളിക്കല്ലേ? ഞാൻ വിളിക്കും. ഗൈസ് ഇവിടത്തെ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് തന്നേക്കുക. നമുക്ക് ഹായ് ചട്ടമ്പീസ് പരമാവധി സ്വന്തം പേപ്പറിലുണ്ടാകും. വെൽക്കം ടു വെങ്കരി. സ്ഥലത്തിന് പേര് വെങ്കരിയാ? യു ആർ ഓൾവേസ് അവർ ഹാർട്ട്. സൂപ്പർ. താങ്ക് യു. മുട്ടായി. ഇവിടെ വന്നിട്ട് ഇത് എനിക്ക് 6ാമത്തെ 7ാമത്തെ മുട്ടായാണ് ഗൈസ് കിട്ടുന്നത്.